ഇപ്പം നിങ്ങളെൻ്റെ മുഖത്തേക്ക് കാണുന്ന ചിരിയില്ലേ, ഇതിങ്ങനെ കുറേ നാളായിട്ട് പട്ടിണി കിടന്ന ഒരു എലി പുന്നല് കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എൻ്റെ അവസ്ഥ? അതുപോലെയാണ് ഇപ്പം എൻ്റെ ചിരി. ഇതെൻ്റെ വീട്ടിൽ വളരെയധികം ഉപയോഗിക്കാറുള്ളൊരു പഴമൊഴി പ്രയോഗമാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒരു മരാമത്ത് പണി തുടങ്ങി വെച്ചിട്ട് അത് ശരിയാവില്ല എന്നുള്ളതൊക്കെ സംശയത്തിൻ്റെ പുറത്ത് നിന്നിട്ട് അവസാനം അത് തീരുമ്പോൾ ആ പരീക്ഷണം വിജയിക്കണ സമയത്തുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ്റെ ചിരിയില്ലേ, അതിനെയാണ് കേട്ടോ എലി പുന്നല് കണ്ട ചിരി എന്ന് ഞങ്ങളുടെ ഭാഷയിൽ പറയാറുള്ളത്. ഈ വീടിൻ്റെ പണി തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ ഇത് നന്നാവോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞിരുന്നില്ല കേട്ടോ. ഇതങ്ങനെ വലിയ താജ്മഹൽ എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ മുൻപ് എപ്പോഴോ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു ഐറ്റം ലോകത്തിൽ ഇന്ത്യയിൽ മാത്രം തന്നെ ഉണ്ടാവുള്ളൂ. മാസ് പ്രൊഡക്ഷൻ്റെയും ഓവർ കൺസംഷൻ്റെയും ഒക്കെ ഈ കാലത്ത് ഹാൻഡ് മെയ്ഡ് സാധനങ്ങൾക്ക് ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. ഒക്കേറ്റിലുപരി ഇതൊക്കെ കയ്യിലെടുക്കുമ്പോൾ വീണ്ടും ഒരു കുഞ്ഞിയെ കുട്ടിയായ പോലെ തോന്നാറുണ്ട് കേട്ടോ. ആ ഫീലിങ്ങിനെ ഒരുപാട് കാമാക്കാനും പറ്റാറുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞ് ടോപ്പിക്കിൽ നിന്ന് വഴിമാറിപ്പോയി. നമ്മുടെ വീടിൻ്റെ കട്ട്ള വെപ്പും പെയിൻ്റ് അടിയും ഓടിടലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ലാൻഡ്സ്കേപ്പിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പിങ്ക് പൂക്കളും മഞ്ഞ പൂക്കളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. മഞ്ഞ പൂക്കൾ എന്നും എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അപ്പോൾ അത് വിട്ടൊരു കളിയില്ല. എല്ലാ ക്ലേ മരാമത്തുകളുടെയും പോലെ ഇതിൻ്റെയും ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വാർണിഷാണ് കേട്ടോ. ഇത് പെട്ടെന്ന് ഉണങ്ങണം, കാരണം വാർണിഷ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ മൊത്തത്തിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് അത് ഉണങ്ങി കിട്ടിയിട്ട് ഇങ്ങനെ ഈ ഒരു ചന്ദനത്തിൽ കത്തിച്ച് കുത്തി നിർത്തി വർക്കൗട്ട് ആയപ്പോഴാണ് കേട്ടോ നേരത്തെ പറഞ്ഞ പോലത്തെ ആ എലി പുന്നല് കണ്ട ചിരി വന്നത്. ഐ ആം ഹാപ്പി വിത്ത് ദിസ് കുസറാമ്പി. അപ്പോൾ ഐ വിൽ ബി ബാക്ക് വിത്ത് ലോട്ട് ഓഫ് അതർ കുസറാമ്പീസ്. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.